ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഓ കുട്ടിയെ, ഇനി നീ പറഞ്ഞിട്ട് വേണോ ബിരിയാണി ഉണ്ടാക്കാൻ എന്ന് ചോദിക്കണ്ട. ഒരുപാട് പേര് ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും, പല പല ചാനൽസിൽ ഫോളോ ചെയ്യുന്ന പല പല രീതിയിൽ നിങ്ങൾ ബിരിയാണി കണ്ടിട്ടുണ്ടാവും. എൻ്റെ കോൺസെപ്റ്റ് ഒന്നേ ഉള്ളൂ. ബിരിയാണി ഈസ് ആൻ ഇമോഷൻ. അത് ഓരോരുത്തർക്ക് കയ്യിൽ ഓരോ രീതിയിലാണ് അതുണ്ടാവുക. സാമ്പാർ എങ്ങനെയാണോ ഓരോ വീടാന്തരം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അതേപോലെയാണ് ബിരിയാണി. സോ ഇത് എൻ്റെ വേർഷൻ. ഓക്കെ, വരൂ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം മക്കളെ. അപ്പോൾ ആദ്യം തന്നെ 2 ഗ്ലാസ് ജീരകശാല അരി നെയ്യും എണ്ണയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഹോൾ മസാല, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബിരിയാണി ഇല എല്ലാം കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ്. ഓക്കെ, നമ്മൾ ബേസിക്കലി നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% വെന്താൽ മതി. 60% ആണ് ആ വേവ്, ബാക്കിയുള്ളത് ദമ്മിൽ കിടന്ന് വെന്തോളും. സോ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൽ എന്തിനാണ് ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ 60% അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുത്തോളൂ. ഇനി ഞാൻ ഇവിടെ പൊതുവേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഗരം മസാല അപ്പം തന്നെ ഉണ്ടാക്കി പൊടിക്കാലാണ് പതിവ്. അപ്പോൾ ഗരം മസാലയുടെ പാക്കറ്റ് കിട്ടില്ലേ, അതിനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അപ്പം തന്നെ പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വാങ്ങിക്കുന്ന ഗരം മസാലയെക്കാട്ടിലും നമ്മൾ അപ്പം തന്നെ വറുത്തിട്ട് പൊടിക്കുന്ന സമയത്തുള്ള എഫക്റ്റ് കുറച്ചും കൂടി കൂടുതലാണ്. ഇനി ബിരിയാണിക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി ആദ്യം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, വലിയ വലിയ ബിരിയാണി പീസസിന് വേണ്ടിയിട്ട്. മല്ലിയില, പുതിനയില മുറിച്ചത്, അതേമാതിരി തന്നെ തക്കാളി ഒരു വലുത് 2 എണ്ണം, അതേമാതിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഒരു 3 സവോള നീളത്തിൽ മുറിച്ചത് എല്ലാം കൂടി ഇടുക. എന്നിട്ട് ഫ്രഷ് ആയിട്ട് അരച്ചിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ ഗരം മസാല പൊടി, അതിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടുക. പിന്നെ അതിലേക്ക് തൈരിട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഈ ഗ്രേവിക്കുള്ള ഉപ്പാണ്. ഓക്കെ, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തോളൂ. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും കൂടിയിട്ട്, അതായത് ബിസ്ത എന്ന് പറയുന്ന അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ് എസൻസ് എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. റോസ് എസൻസ് ഒറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒത്തൻറ്റിക് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറോളം ഈ ഒരു മിക്സ് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. ഞാനൊരു 1 ഹവറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു 4-5 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് റിസൾട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ഇത് എത്രത്തോളം ഇട്ട് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ഞാൻ എന്തായാലും ഒരു 2 കൈപ്പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവോള നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ബിസ്ത എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വറുത്തോളൂ. ഓക്കെ, നന്നായിട്ട് അതൊന്ന് പുരട്ടി വെച്ചോളൂ. ഇനി ഒരു 60%ഓളം വെന്തിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതും അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനും ഞാൻ ഏകദേശം ഒരു 70-80% മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ചു വയ്ക്കുക. അത് തന്നെ വെള്ളം വന്ന് അത് തന്നെ കുക്കായിക്കോളും. അപ്പോൾ ഒരു 80% കുക്കായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി, നമ്മുടെ നെയ്ച്ചോറ് റെഡി. ഓക്കെ, ഇനി നമ്മൾക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യത്തെ ലെയർ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ചോറ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇത് ലെയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചോറിട്ട് കൊടുക്കും. എത്രത്തോളം നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ബിരിയാണി സൂപ്പറായിരിക്കും. ഇതൊക്കെ എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, ഒന്നും പുതിയതല്ല. ഓക്കെ, അപ്പോൾ ഞാൻ നെയ്ച്ചോറിട്ടിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില, പുതിനയില, കൂടുതലും മല്ലിയിലയാണ് ഇടേണ്ടത്, കുറച്ച് പുതിനയില മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതേമാതിരി കുറച്ച് നെയ്യ്. നിങ്ങൾക്ക് ഇനി കളർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാലിൽ കുങ്കുമപ്പൂ മിക്സ് ചെയ്തിട്ട് അതും ഒഴിക്കാം. ഞാനിവിടെ ബിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീണ്ടും ചോറ് ലെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലെയർ ചെയ്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഞാനൊരു 3 ലെയറോളം ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫൈനൽ ലെയറിംഗ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ലെയറും സെറ്റ് ചെയ്യുക. ആദ്യത്തെ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുക, വീണ്ടും നിങ്ങൾ ചോറിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ലെയറായിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഫൈനലി നമ്മൾ എല്ലാം ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി ഓയിൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, എവിടെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബിരിയാണി എസൻസ് ഓയിൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതൊരു ഫ്യൂ ഡ്രോപ്സ് ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ദമ്മ് കയറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ചപ്പാത്തി മാവ് ഇതാക്കി വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. സോ ദാറ്റ് ആ ദമ്മ് കയറുന്ന സമയത്ത് നല്ല രീതിയിൽ അതിങ്ങനെ, അതായത് നന്നായിട്ട് ബിരിയാണി ആയി എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ദമ്മ് നമ്മൾ വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് പൊട്ടിയിട്ട് ആ എന്താ പറയുക സ്റ്റീം വരും. അങ്ങനെ ഒരു 15-20 മിനിറ്റോളം ദമ്മ് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിരിയാണി തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ച ഉടനെ ആ ചൂടോട് കൂടിയിട്ടുള്ള ആ ബിരിയാണി റൈസ് കഴിക്കാനാണ്. അപ്പോൾ 2 കഷ്ണം വയ്ക്കുക, എന്നിട്ട് ചുറ്റും നമ്മുടെ റൈസ് വെച്ച് കൊടുക്കുക. എങ്ങനെയാണോ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ പൊതിഞ്ഞ പോലെ തരുന്നത് അതുപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ വീട്ടിലുള്ളവർക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. എന്താ പറയുക, ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഞാൻ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാത്തത്. വീട്ടിലുള്ള എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ബിരിയാണി.